പ്രിയപ്പെട്ട സുഹൃത്ത് നമസ്കാരം. ഇന്ന് സെപ്റ്റംബർ 18 ലേറ്റസ്റ്റ് കറണ്ട് അഫേഴ്സുമായി ജേഡിസ് കറണ്ട് അഫേഴ്സ്. നമ്മൾ ഓരോ ദിവസം കറണ്ട് അഫേഴ്സിന് വേണ്ടി സമയം കണ്ടെത്താൻ ശ്രമിക്കൂ. അത് നമ്മുടെ ഓരോ പരീക്ഷകളിലും നമുക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ സാധിക്കും. ഇന്ന് സെപ്റ്റംബർ 18 നമുക്ക് ഇന്നത്തെ കറണ്ട് അഫേഴ്സിലേക്ക് പോകാം. സശസ്ത്ര സീമാ ബലിന്റെ ഡയറക്ടർ ജനറൽ ആയിട്ട് നിയമിതനായിട്ടുള്ള പുതിയ വ്യക്തി, അദ്ദേഹത്തിന്റെ പേരെന്താണ്? അമൃത് മോഹൻ. അപ്പൊ പാരാമിലിറ്ററി ഫോഴ്സിലെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് SSB, അതായത് സശസ്ത്ര സീമാ ബൽ. ഈ ഒരു പാരാമിലിറ്ററി ഫോഴ്സിന്റെ ഡയറക്ടർ ജനറൽ ആയിട്ട് അമൃത് മോഹൻ IPS ഓഫീസറിനെ നിയമിച്ചു. അമൃത് മോഹൻ ഇപ്പോൾ CRPFന്റെ സ്പെഷ്യൽ ഡയറക്ടർ ജനറൽ ആയിട്ട് സേവനം നൽകി വരുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തെയാണ് ഇപ്പോൾ SSBയുടെ ഡയറക്ടർ ജനറൽ ആയിട്ട് നിയമിച്ചിട്ടുള്ളത്. ക്യാബിനറ്റ് കമ്മിറ്റിയുടെ അപ്പോയിന്റ്മെന്റ് കമ്മിറ്റിയാണ് അമൃത് മോഹനെ SSBയുടെ, അതായത് സശസ്ത്ര സീമാ ബലിന്റെ ഡയറക്ടർ ജനറൽ ആയിട്ട് നിയമിച്ചിട്ടുള്ളത്. 2025 ഓഗസ്റ്റ് 31 വരെ അമൃത് മോഹൻ ആയിരിക്കുള്ളൂ SSBയുടെ ഡയറക്ടർ ജനറൽ. പാരാമിലിറ്ററി ഫോഴ്സ് ആയിട്ടുള്ള SSB ഇന്ത്യയുടെ നേപ്പാൾ ഭൂട്ടാൻ ബോർഡേഴ്സ് ആണ് കാത്തു സംരക്ഷിക്കുന്നത്. നേപ്പാൾ ഭൂട്ടാൻ ബോർഡേഴ്സ് കൈകാര്യം ചെയ്യുന്ന പാരാമിലിറ്ററി ഫോഴ്സ് ആണ് SSB, അതായത് സശസ്ത്ര സീമാ ബൽ. ഡൽഹിയുടെ പുതിയ മുഖ്യമന്ത്രിയാകാൻ ആരുടെ പേരാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്? അതിഷി. ഇപ്പൊ ഡൽഹിയിൽ വലിയൊരു മാറ്റം വരികയാണ്. അതായത് ഡൽഹിയിലെ ചീഫ് മിനിസ്റ്റർ ആയിരുന്ന അരവിന്ദ് കെജ്രിവാൾ അദ്ദേഹം രാജിവെക്കുകയും പകരമായിട്ട് വരാൻ പോകുന്ന വ്യക്തിയാണ് അതിഷി. അതിഷിയാണ് ഇന്ന് മിക്കവാറും 17 സെപ്റ്റംബർ ഇന്ന് അതിഷി ഡൽഹി ചീഫ് മിനിസ്റ്റർ ആയിട്ട് സത്യപ്രതിജ്ഞ ചെയ്യും. ആം ആദ്മി പാർട്ടിയുടെ കൺവീനർ ആണ് അരവിന്ദ് കെജ്രിവാൾ. ഇപ്പോഴത്തെ നിലവിലെ ചീഫ് മിനിസ്റ്റർ അദ്ദേഹമാണ് രാജിവെക്കുകയും ഇക്കാര്യം അദ്ദേഹം ഈ കഴിഞ്ഞ ദിവസം, അതായത് സെപ്റ്റംബർ 17 ഡൽഹിയിലെ ലഫ്റ്റനന്റ് ഗവർണർ ആയിട്ടുള്ള വിനയ് കുമാർ സാക്സേനയെ അറിയിച്ചിരുന്നു. അതിഷിയെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിഷി ഡൽഹി ചീഫ് മിനിസ്റ്റർ ആയാൽ മൂന്നാമത്തെ ഒരു വനിതാ ചീഫ് മിനിസ്റ്റർ ആയിരിക്കുള്ളൂ ഡൽഹിയിൽ. അതേപോലെ തന്നെ രാജ്യത്ത് 17ാമത്തെ ഒരു വനിതാ ചീഫ് മിനിസ്റ്റർ. ഡൽഹിയിലെ ആദ്യത്തെ വനിതാ ചീഫ് മിനിസ്റ്റർ ആയിരുന്നു സുഷമ സ്വരാജ്. 52 ദിവസമാണ് സുഷമ സ്വരാജ് ഡൽഹിയിലെ ചീഫ് മിനിസ്റ്റർ ആയിട്ടുള്ളത്. എന്നാൽ ഏറ്റവും കൂടുതൽ കാലം ഡൽഹിയിൽ ചീഫ് മിനിസ്റ്റർ ആയിരുന്ന വ്യക്തിയാണ് ഷീല ദീക്ഷിത്. 1998 മുതൽ 2013 വരെ ദ ലോങ്സ്റ്റ് സെർവിംഗ് ചീഫ് മിനിസ്റ്റർ ഓഫ് ഡൽഹി എന്ന് പറയുമ്പോൾ അത് സുഷമ സ്വരാജ് ആണ്. ഇനി മൂന്നാമത്തെ വനിതയായിരിക്കുള്ളൂ അതിഷി. അടുത്തിടെ ഉദ്ഘാടനം ചെയ്ത തൂത്തുക്കുടി അന്താരാഷ്ട്ര കണ്ടെയ്നർ ടെർമിനൽ ഇതേത് തുറമുഖത്തിന്റെ ഭാഗമാണ്? VO ചിദംബരനാർ എന്നറിയപ്പെടുന്ന ടൂട്ടിക്കോറിൻ ഇന്റർനാഷണൽ കണ്ടെയ്നർ ടെർമിനൽ ഈ കഴിഞ്ഞ സെപ്റ്റംബർ 16 ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്. VOC എന്നറിയപ്പെടുന്ന VO ചിദംബരനാർ ഇതിന്റെ ഭാഗമായിട്ടുള്ള തൂത്തുക്കുടി ഇന്റർനാഷണൽ കണ്ടെയ്നർ ടെർമിനൽ ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത് യൂണിയൻ മിനിസ്റ്റർ ഓഫ് പോർട്സ്, ഷിപ്പിംഗ് ആൻഡ് വാട്ടർവേസ് സർബാനന്ദ സോനോവാൾ ആണ്. ഏതാണ്ട് 14 മീറ്റർ ആഴത്തിലും 300 മീറ്റർ നീളത്തിലുള്ള ഒരു ടെർമിനൽ ആണ് ഇപ്പോൾ വന്നിട്ടുള്ള ടൂട്ടിക്കോറിൻ ഇന്റർനാഷണൽ കണ്ടെയ്നർ ടെർമിനൽ. 1906 VO ചിദംബരം പിള്ളയാണ് VOC എന്ന ഈ പോർട്ട് ഉദ്ഘാടനം ചെയ്തിട്ടുള്ളതും. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു പോർട്ടിന് VO ചിദംബരനാർ എന്ന പേര് വന്നിട്ടുള്ളത്, അതായത് VOC. ഇത് തമിഴ്നാട്ടിലെ തൂത്തുക്കുടിയിലാണ്. ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി ഹോക്കി ഫൈനലിൽ ഏത് ടീമിനെയാണ് ഇന്ത്യ പരാജയപ്പെടുത്തിയത്? ചൈന. ഇന്നലെയായിരുന്നു ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി ഹോക്കി ടൂർണമെന്റ് ഇതിന്റെ ഫൈനൽ മത്സരം. ഈ ഒരു മത്സരത്തിൽ ഇന്ത്യ ചൈനയെ 1-0 പരാജയപ്പെടുത്തിക്കൊണ്ട് മെൻസിന്റെ ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി 2024 കരസ്ഥമാക്കി. ഇന്ത്യ 5ാമത്തെ പ്രാവശ്യമാണ് ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി കരസ്ഥമാക്കുന്നത്. ജുഗ്രാജ് സിംഗിന്റെ ഒരു ഗോൾ ആണ് ഇന്ത്യയെ ചൈനയെ പരാജയപ്പെടുത്തിക്കൊണ്ടുള്ള ആ ഒരു മത്സരം വിജയിപ്പിച്ചിട്ടുള്ളത്. 1ാം സ്ഥാനത്ത് ഇന്ത്യ, 2ാം സ്ഥാനത്ത് ചൈന, 3ാം സ്ഥാനം പാകിസ്ഥാൻ നേടി. കൊറിയയെ 5-2 പരാജയപ്പെടുത്തിക്കൊണ്ടാണ് പാകിസ്ഥാൻ ഈ ഒരു ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി ഹോക്കി ഫൈനലിൽ 3ാം സ്ഥാനത്തെത്തിയിട്ടുള്ളത്. ഏറ്റവും വലിയ സ്ത്രീ കേന്ദ്രീകൃത പദ്ധതിയായ സുഭദ്ര ഏത് സംസ്ഥാനത്താണ് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ആരംഭിച്ചത്? ഭുവനേശ്വർ, ഒഡീഷ. സുഭദ്ര എന്ന സ്കീം ഒഡീഷയിലെ വളരെ പ്രധാനപ്പെട്ട ഏറ്റവും വലിയ ഒരു സ്കീം ആണ്. ഈ ഒരു സ്കീമിന്റെ ഉദ്ഘാടനം നടത്തിയിട്ടുള്ളത് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ഈ കഴിഞ്ഞ ദിവസം, അതായത് സെപ്റ്റംബർ 17. സെപ്റ്റംബർ 17 ആയിരുന്നു ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിയുടെ ജന്മദിനം. ഈ ഒരു ദിനത്തിലാണ് ഒഡീഷയിലെ ഭുവനേശ്വറിലെ സുഭദ്ര എന്ന ഏറ്റവും വലിയ സ്ത്രീ കേന്ദ്രീകൃത പദ്ധതി ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്. ദക്ഷിണേഷ്യൻ ഇന്റർനാഷണൽ മൂവി അവാർഡിൽ ഒരു പ്രധാന വേഷത്തിൽ മികച്ച നടിക്കുള്ള അവാർഡ് നേടിയത് ആരാണ്? ഐശ്വര്യ റായ് ബച്ചൻ. സൗത്ത് ഇന്ത്യൻ ഇന്റർനാഷണൽ മൂവി അവാർഡ്
അതായത് SIIMA. ഈ ഒരു അവാർഡ് സെറമണി നടന്നിട്ടുള്ളത് ദുബായിൽ വെച്ചാണ്. മണിരത്നം സംവിധാനം ചെയ്തിട്ടുള്ള പൊന്നിയിൻ സെൽവൻ 2 എന്ന ചിത്രത്തിൽ അഭിനയിച്ചതിന് ഐശ്വര്യ റായ് ബച്ചന് ദ ബെസ്റ്റ് ലീഡിംഗ് റോൾ എന്ന ഒരു കാറ്റഗറിയിൽ ബെസ്റ്റ് ആക്ട്രസ് എന്നുള്ള അവാർഡ് ലഭിച്ചു. SIIMA എന്നാൽ സൗത്ത് ഇന്ത്യൻ ഇന്റർനാഷണൽ മൂവി അവാർഡ്സ്. ഇതിലാണ് ഐശ്വര്യ റായ് ബച്ചന് ബെസ്റ്റ് ആക്ട്രസ് എന്നുള്ള അവാർഡ് ലഭിച്ചിട്ടുള്ളത്. ഈ ഒരു അവാർഡ് വാങ്ങുന്നതിന് വേണ്ടി ഐശ്വര്യ റായ് ബച്ചന്റെ ഒപ്പം ഉണ്ടായിരുന്ന വ്യക്തിയാണ് ഐശ്വര്യ റായിയുടെ മകൾ ആരാധ്യ ബച്ചൻ. കന്നഡ, മലയാളം, തമിഴ്, തെലുഗു എന്നീ 4 സൗത്ത് ഇന്ത്യൻ ലാംഗ്വേജിന് ആസ്പദമായിട്ട് നൽകുന്ന അവാർഡ് ആണ് SIIMA എന്ന അവാർഡ്. ഇത് ആരംഭിച്ചിട്ടുള്ളത് 2012 വിഷ്ണുവർദ്ധൻ ഇന്ദൂരിയും ബൃന്ദ പ്രസാദ് അഡുസിമിലിയും. ഏറ്റവും ഫോട്ടോജനിക് യുനെസ്കോയുടെ ലോക പൈതൃക സൈറ്റായി അംഗീകരിക്കപ്പെട്ട കംബോഡിയയിലെ ഏത് സ്ഥലമാണ്? അങ്കോർ വാട്ട്. ദ മോസ്റ്റ് ഫോട്ടോജനിക് യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് എന്ന ഒരു പുതിയൊരു ബഹുമതി കൂടി കംബോഡിയയിലെ ഹിന്ദു ബുദ്ധ ക്ഷേത്രമായിട്ടുള്ള അങ്കോർ വാട്ടിന് ലഭിച്ചു. ദ മോസ്റ്റ് ഫോട്ടോജനിക് യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ്. അങ്കോർ വാട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 12ാം നൂറ്റാണ്ടിലാണ് അങ്കോർ വാട്ട് ഈ ക്ഷേത്രം വന്നിട്ടുള്ളത്. അന്നത് ഹിന്ദു ക്ഷേത്രമായിരുന്നു. പിന്നീട് അതായത് 14ാം നൂറ്റാണ്ടിൽ അതൊരു ബുദ്ധക്ഷേത്രമായിട്ട് മാറുകയും ചെയ്തു. അങ്കോർ വാട്ട് ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ ക്ഷേത്ര സമുച്ചയമാണ്. കംബോഡിയയിലെ അങ്കോർ എന്ന സ്ഥലത്താണ് അങ്കോർ വാട്ട് എന്ന ഹിന്ദു ബുദ്ധിസ്റ്റ് ടെമ്പിൾ. കംബോഡിയ രാജ്യം, ഈ രാജ്യത്തിന്റെ ക്യാപിറ്റൽ ആണ് നോംപെൻ. ഈ രാജ്യത്തിന്റെ കറൻസി കംബോഡിയൻ റിയൽ. ഔദ്യോഗിക ഭാഷയാണ് ഖെമർ. UP-യിലെയും ത്രിപുരയിലെയും മുഖ്യമന്ത്രിമാർ ഈയിടെ സംയുക്തമായി ഉദ്ഘാടനം ചെയ്ത ബർക്കത്തലി സിദ്ധേശ്വർ ക്ഷേത്രം ഏത് സംസ്ഥാനത്താണ്? ത്രിപുര. ത്രിപുരയിലെ ബർക്കത്താൽ എന്ന സ്ഥലത്താണ് സിദ്ധേശ്വർ ടെമ്പിൾ. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പറയുമ്പോൾ ഈ കഴിഞ്ഞ സെപ്റ്റംബർ 16 ഉത്തർപ്രദേശിലെ ചീഫ് മിനിസ്റ്റർ ആയിട്ടുള്ള യോഗി ആദിത്യനാഥും ത്രിപുരയുടെ ചീഫ് മിനിസ്റ്റർ ആയിട്ടുള്ള ഡോക്ടർ മാനിക് സാഹ എന്നിവർ സംയുക്തമായിട്ട് ബർക്കത്താലിലുള്ള സിദ്ധേശ്വര ടെമ്പിൾ ഇത് ഉദ്ഘാടനം ചെയ്തു. ഏത് ടൂർണമെന്റ് മുതലാണ് അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിൽ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും തുല്യ സമ്മാന തുക പ്രഖ്യാപിച്ചത്? ICC വിമൻസ് T20 വേൾഡ് കപ്പ്. ഇതിനു മുമ്പ് വന്നിട്ടുള്ള വാർത്തയാണ്, അതായത് ICC പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ടൂർണമെന്റിൽ തുല്യ സമ്മാന തുക. എന്നാൽ ഇത് പ്രാവർത്തികമാക്കാൻ പോകുന്നത് ഇപ്പോൾ നടക്കാൻ പോകുന്ന ICC വിമൻസ് T20 വേൾഡ് കപ്പിൽ വെച്ചാണ്. ഇക്കാര്യം ഈ കഴിഞ്ഞ ദിവസം ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിൽ ICC അറിയിച്ചു. ഇന്നലെ സെപ്റ്റംബർ 17 ഇന്നലത്തെ കറണ്ട് അഫയേഴ്സിലെ ഒരു ചോദ്യമായിരുന്നു, ഇന്ത്യൻ ഡിഫൻസ് ഫോഴ്സിന്റെ മഹാജൻ ഫീൽഡ് ഫയറിംഗ് റേഞ്ച് ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഇതിന്റെ ഉത്തരം രാജസ്ഥാൻ. രാജസ്ഥാനിലെ ബിക്കാനറിലുള്ള വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഫയറിംഗ് റേഞ്ച് ആണ് മഹാജൻ ഫീൽഡ് ഫയറിംഗ് റേഞ്ച്. മിക്കവാറും ഡിഫൻസ് ആയി ബന്ധപ്പെട്ട നിരവധി എക്സസൈസ് നടക്കുന്ന ഒരു ഫയറിംഗ് റേഞ്ച് ആണ് മഹാജൻ ഫീൽഡ് ഫയറിംഗ് റേഞ്ച്. ജേഡ്സ് കറണ്ട് അഫയേഴ്സിന്റെ ഇന്നലത്തെ ഈ ചോദ്യത്തിന് മറുപടി നൽകിയിട്ടുള്ള ഓരോരുത്തർക്കും ജേഡ്സ് കറണ്ട് അഫയേഴ്സിന്റെ ആശംസകൾ. നമുക്ക് ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ഒന്നുകൂടി റിവൈസ് ചെയ്യാം. സശസ്ത്ര സീമാ ബലിന്റെ ഡയറക്ടർ ജനറലായി അടുത്തിടെ നിയമിതനായത് ആരാണ്? അമൃത് മോഹൻ. ഡൽഹിയുടെ പുതിയ മുഖ്യമന്ത്രിയാകാൻ ആരുടെ പേരാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്? അതിഷി. അടുത്തിടെ ഉദ്ഘാടനം ചെയ്ത തൂത്തുക്കുടി അന്താരാഷ്ട്ര കണ്ടെയ്നർ ടെർമിനൽ ഏത് തുറമുഖത്തിന്റെ ഭാഗമാണ്? VO ചിദംബരനാർ VOC. ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി ഹോക്കി ഫൈനലിൽ ഏത് ടീമിനെയാണ് ഇന്ത്യ പരാജയപ്പെടുത്തിയത്? ചൈന. ഏറ്റവും വലിയ സ്ത്രീ കേന്ദ്രീകൃത പദ്ധതിയായ സുഭദ്ര ഏത് സംസ്ഥാനത്താണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആരംഭിച്ചത്? ഭുവനേശ്വർ, ഒഡീഷ. ദക്ഷിണേന്ത്യൻ ഇന്റർനാഷണൽ മൂവി അവാർഡിൽ ഒരു പ്രധാന വേഷത്തിൽ മികച്ച നടിക്കുള്ള അവാർഡ് നേടിയത് ആരാണ്? ഐശ്വര്യ റായ് ബച്ചൻ. ഏറ്റവും ഫോട്ടോജനിക് യുനെസ്കോയുടെ ലോക പൈതൃക സൈറ്റായി അംഗീകരിക്കപ്പെട്ട കംബോഡിയയിലെ ഏത് സ്ഥലമാണ്? അങ്കോർ വാട്ട്. UP-യിലെയും ത്രിപുരയിലെയും മുഖ്യമന്ത്രിമാർ ഈയിടെ സംയുക്തമായി ഉദ്ഘാടനം ചെയ്ത ബർക്കത്തലി സിദ്ധേശ്വർ ക്ഷേത്രം ഏത് സംസ്ഥാനത്താണ്? ത്രിപുര. ഏത് ടൂർണമെന്റ് മുതലാണ് അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിൽ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും തുല്യ സമ്മാന തുക പ്രഖ്യാപിച്ചത്? ICC വനിതാ T20 ലോകകപ്പ്. ഇന്ന് സെപ്റ്റംബർ 18 ഇന്നത്തെ കറണ്ട് അഫയേഴ്സിലെ ഒരു ചോദ്യമാണ്, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സോയാബീൻ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം? 3 ഓപ്ഷൻസ് ആണ് നൽകിയിട്ടുള്ളത്. ഈ ചോദ്യത്തിന്റെ ഉത്തരം അറിയാമെങ്കിൽ ഇന്നത്തെ കറണ്ട് അഫയേഴ്സിന്റെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ അഭ്യർത്ഥിക്കുന്നു. നാളത്തെ കറണ്ട് അഫയേഴ്സിൽ ഇതിന്റെ ഉത്തരം ഉണ്ടായിരിക്കും. ജേഡ്സ് കറണ്ട് അഫയേഴ്സ് ഓരോ ദിവസം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണ് നൽകി വരുന്നത്.
ജേർണലിസ്റ്റ് കറണ്ട് അഫയേഴ്സിന്റെ ഇന്നത്തെ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് നാളെ വീണ്ടും പുതിയ കറണ്ട് അഫയേഴ്സുമായിട്ട് കാണാം. താങ്ക് യു വെരി മച്ച്. കഴിഞ്ഞ ആഴ്ചയിലെ കറണ്ട് അഫയേഴ്സ് PDF ഫോർമാറ്റിൽ ഈ കറണ്ട് അഫയേഴ്സിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിന്റെ ലിങ്ക് ഇട്ടിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് കഴിഞ്ഞ ആഴ്ചത്തെ കറണ്ട് അഫയേഴ്സിന്റെ എല്ലാ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഡൗൺലോഡ് ചെയ്യാം.